ദില്ലി ഹാർട്ട് മാർക്കറ്റാണിത്. ദില്ലി ഹാർട്ടിൽ വന്നിട്ട് നമുക്ക് കയറാൻ വേണ്ടിയിട്ട് 30 രൂപ ടിക്കറ്റാണ് ഒരാൾക്കുള്ളത്. ഉള്ളില് മാർക്കറ്റിൽ എൻട്രി ആവാൻ വേണ്ടിയിട്ട് ഒരു എൻട്രി ഫീസ് ഉണ്ട്. അത് 30 രൂപ കൊടുത്തിട്ട് നമ്മൾ കയറണം. ഇവിടെ ഉള്ളത് ഖാദി ആയിട്ടുള്ള കുറെ ഖാദി മെറ്റീരിയൽസ് കാര്യങ്ങളൊക്കെയാണ്. പിന്നെ സ്റ്റേറ്റിന്റെയും ഓരോ സ്റ്റേറ്റിലും പർട്ടിക്കുലർ ആയിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളത്. ചിക്കൻ കറി ഡ്രസ്സ്, കശ്മീരിൽ പ്രത്യേകിച്ചുള്ള ഡ്രസ്സ്, പിന്നെ അതുപോലെ പശ്മിന ഡീറ്റെയിൽസ്, ഓരോ സ്ഥലത്തിന്റെ ഡീറ്റെയിൽസ് ഡ്രസ്സ് എന്തൊക്കെയാന്ന് എനിക്ക് പറയാൻ അറിയില്ല. പിന്നെ കാഞ്ചീപുരം സിൽക്ക്, ബനാറസി സിൽക്ക്, അതുപോലത്തെ കുറെ കാര്യങ്ങൾ ഉണ്ടാകും. പിന്നെ വുഡിൽ ഉണ്ടാക്കിയിട്ടുള്ള കുറെ മെറ്റീരിയൽസ്, ക്ലേ മെറ്റീരിയൽസ്, അതുപോലെ സെറാമിക് ഐറ്റംസ്, അങ്ങനെ കുറെ ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ ഇവിടെ ഉണ്ട്. ഡ്രസ്സ് കാര്യങ്ങളൊക്കെ അങ്ങനെ വലിയ വിലയൊന്നും അങ്ങനെയൊന്നുമില്ല, നോർമൽ റേറ്റ് തന്നെയാണുള്ളത്. പിന്നെ പെയിന്റിങ്സ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഇവിടെ ഒരു റഷ് ആയിട്ടുള്ള മാർക്കറ്റ് അല്ല, ഒരു കൂൾ ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ്. നമുക്കൊന്ന് റിലാക്സ് ചെയ്യാൻ, നമുക്കൊരു മാർക്കറ്റിലൊക്കെ പോയിട്ട് ഇങ്ങനെ റിലാക്സ് ചെയ്യേണ്ട ഒരു എക്സ്പീരിയൻസ് ആണ് വേണ്ടെങ്കിൽ ഇവിടെ വന്നാൽ മതി. വേറെ എവിടെയും പോകേണ്ട ആവശ്യമില്ല. മറ്റുള്ള മാർക്കറ്റുകളൊക്കെ ഒരുപാട് റഷ് ആയിരിക്കും. പ്രത്യേകിച്ച് സൺഡേസിലൊന്നും നമുക്ക് അവിടെ കാല് വയ്ക്കാൻ തന്നെ പറ്റില്ല, അത്ര തിരക്കായിരിക്കും. അപ്പം ഇതുപോലുള്ള ഈ സ്ഥലം ആണെങ്കിൽ നമുക്ക് കുറച്ച് റിലാക്സ്ഡ് ആയിട്ട് പർച്ചേസ് ചെയ്യണമെന്ന് ആവശ്യമൊന്നുമില്ല. നല്ല ഫുഡും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. ഓരോ സ്റ്റേറ്റിന്റെയും ഫുഡ് ഇവിടെ ഉണ്ടാവും. അതൊക്കെ നോക്കിയിട്ട് എടുക്കാൻ പറ്റും. പിന്നെ കാർപ്പറ്റ്സ്, പെയിന്റിങ്സ്, അങ്ങനത്തെ കുറേ സംഭവങ്ങൾ ഇപ്പൊ കണ്ടില്ലേ, ഇതൊക്കെ ഓരോ കാർപ്പറ്റ്സ് ആണ്. അതുപോലെ കുറേ കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പൊ എല്ലാം അത്യാവശ്യം ഉണ്ട്, എല്ലാ സാധനത്തിനും നല്ല വില തന്നെ ഉണ്ട്. കുറവ് എന്ന് പറയാനില്ല, നമ്മൾ കടയിൽ പോയി വാങ്ങുമ്പോൾ ഉള്ള വില തന്നെയാണ്. പക്ഷെ ഒരേ സ്ഥലത്ത് നിന്ന് ഒരുപാട് സാധനങ്ങൾ നമുക്ക് കിട്ടും എന്നുള്ളതാണ്. ഇതൊക്കെ പ്രോഡക്ട്സ് ആണ് തോന്നുന്നു. ചെയർ എല്ലാം ഹാൻഡ് മെയ്ഡ് ആണ്. ഇവിടെ അതുപോലെ കുട്ടികൾക്ക് കളിക്കാനുള്ള കുറെ കാര്യങ്ങൾ കൈ വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ള സംഭവങ്ങളുണ്ട്. നമ്മൾ ലാസ്റ്റ് ടൈം വന്നപ്പോൾ കുഞ്ഞിന് വേണ്ടിയിട്ട് ഒരു പ്രാവശ്യം വാങ്ങിയതാണ്. അപ്പൊ അത് അവള് ഒരുപാട് ഉപയോഗിച്ചതായിരുന്നു. പിന്നെ അത് പെട്ടെന്ന് നശിച്ചു പോയി. പിന്നെ നമുക്കത് ശരിയാക്കാനൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇപ്രാവശ്യം ഒന്നും വാങ്ങിയിട്ടില്ല.